ട്രോളന്മാർക്കിടയിലെ സൈക്കോ ടീം. ചെറിയ ടീമുകളോട് തോറ്റ് വലിയ വലിയ ടീമുകളെ കാണുമ്പോൾ കലിപ്പിളകുന്ന ഒരു പ്രത്യേകതരം ടീമാണ് വോൾവർഹാംപ്റ്റൺ വണ്ടേഴ്സ് അഥവാ വോൾസ് എന്ന് ചുരുക്കി പറയും. പ്രീമിയർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെ പോലെ പറയാനുള്ള ചരിത്രമൊന്നും അവർക്കില്ല. എന്നാൽ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങാൻ തന്നെ കാരണം വോൾസ് ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് 1950-കളിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ടീമായിരുന്നു വോൾസ്. 1954-ൽ അവർ യൂറോപ്പിലെ ഏറ്റവും മികച്ച 2 ടീമുകളോട് മത്സരിക്കുകയുണ്ടായി. സ്പാർട്ടക് മോസ്കോ, ബുദാപെസ്റ്റ് ഹോൺവേർ. ഇതിൽ ബുദാപെസ്റ്റുമായിട്ടുള്ള കളിയാണ് എല്ലാം മാറ്റിമറിച്ചത്. വോൾസ് 3-2 ജയിക്കുകയും കളി BBC-യിൽ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ വിജയത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പ്രമുഖ പത്രമായ ഡെയിലി മെയിൽ അവരെ അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: ക്ലബ് ഫുട്ബോളിലെ ലോകരാജാക്കന്മാർ എന്ന് പറഞ്ഞാണ് അവർ അഭിസംബോധന ചെയ്തത്. എന്നാൽ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്യുപ്പയുടെ ലേഖകൻ ഗബ്രിയൽ ഹാനോട്ട് ഇതിനെ വിസമ്മതിച്ചുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കി. വോൾസ് ക്ലബ് ഫുട്ബോളിലെ ലോകരാജാക്കന്മാരല്ല, ആകണമെങ്കിൽ അവർ 2ാം പാദം കളിക്കണം. മാത്രമല്ല, യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന ഒരു ആശയവും അദ്ദേഹം കൊണ്ടുവന്നു. യൂറോപ്പിലെ മികച്ച ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ഇതിനുവേണ്ടിയുള്ള നിയമാവലികൾ എഴുതി തയ്യാറാക്കുകയും ക്ഷണിക്കപ്പെട്ട ടീമുകളുടെ ലിസ്റ്റ് ഫിഫക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് ഫിഫ അത് അംഗീകരിക്കുകയും 1955 മുതൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് അരങ്ങേറുകയും ചെയ്തു. 60 വർഷമായി നമ്മൾ ഇത് ആസ്വദിക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ബദ്ധവൈരികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. സുന്ദരമായ പലതരം കാഴ്ചകൾ, ആരവങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുന്നു, വോൾസ് അന്ന് ജയിച്ചിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാമ്പ്യൻസ് ലീഗ് പിറവിയെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ലീഗ് ഉണ്ടാകുമായിരുന്നു. അന്ന് അവർ അട്ടിമറിച്ചത് യൂറോപ്പിലെ എക്കാലത്തെയും മികച്ച ടീമുകളിലൊന്നായ ബുദാപെസ്റ്റിനെയാണ്. ബുദാപെസ്റ്റിലെ ഒരു മികച്ച കളിക്കാരനായിരുന്നു പുസ്കാസ്. പുസ്കാസിനെ നിങ്ങൾക്കറിയാം. എല്ലാ കൊല്ലവും മികച്ച ഗോളിനുള്ള അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പുസ്കാസ് ഗോൾ ഓഫ് ദ ഇയർ. ചുരുക്കി പറഞ്ഞാൽ, വമ്പന്മാരെ അട്ടിമറിക്കുന്ന ഒരു തരം സൈക്കോ സ്വഭാവം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല വോൾസിന്.